അരിയും ഗോതമ്പെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ചൂടോടെ വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മസൂർ പരിപ്പ് വെച്ചിട്ടാണ്. കറി വെക്കുന്ന പരിപ്പല്ല, ചുവന്ന പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കണം. 2 വറ്റൽമുളക് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കുതിർത്ത് വെക്കാം. ഇത് കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമയമില്ലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അപ്പം തന്നെ അരച്ചെടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെല്ലാം കുതിർത്ത് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വാളംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാലേ ഈ ചട്നിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് ഈ സമയത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് തന്നെ അരക്കാം, അല്ലെങ്കിൽ അരച്ചു കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇത് ലൂസാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ദോശേൻ്റെ കൂടെ മാത്രമല്ല, ഉഴുന്ന് ദോശേൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അരയ്ക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അധികം ലൂസും ആവരുത്. നമ്മൾ സാധാരണ ദോശേൻ്റെ മാവെല്ലാം പോലെ തന്നെ അതേ കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായി പോകരുത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം നമ്മളെ ദോശേൻ്റെ മിക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കുക. പാന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കട്ട കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റൂല. ഇനി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ആറി അതിൻ്റെ കളറെല്ലാം ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം.
രാവിലത്തേക്കും രാത്രിക്കേക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, അധികം സമയമൊന്നും വേണ്ട. പരിപ്പ് കുതിർത്ത് വെക്കുന്നില്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ടെല്ലാം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഇതുവരെ ഈ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്